ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ കൊച്ചുകുട്ടികൾക്കും ഓൺലൈൻ BBSലേക്ക് സ്വാഗതം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശുശ്രൂഷയുമായി കടന്നുപോയ ഒരു മിഷണറിയെ അവിടുത്തെ കുറെ ദൈവവിരോധികളായ ജനം ഭയപ്പെടുത്തുകയും കൊല്ലുവാനും ഭാവിച്ചു. അദ്ദേഹം ഭയന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാണ്ട് വേട്ടയാടുവാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം ഓടി ഒടുവിൽ ചെന്നെത്തിയത് ഒരു നദിയുടെ കരയിലായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വഞ്ചിയുണ്ട്. ആ വഞ്ചിയിൽ കയറി തുഴഞ്ഞു പോകാമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ജനം വേഗത്തിൽ അവിടെ എത്തുകയും ഈ മിഷണറിയെ വല്ലാണ്ട് ഭയപ്പെടുത്തുകയും കൊല്ലുവാനായിട്ട് ഭാവിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭയപ്പെടുത്തുന്ന ആഴമുള്ള ജലാശയത്തിലേക്ക് എടുത്തു ചാടുകയും അതിലൂടെ നീന്തി മറുകരയിലെത്തി രക്ഷപ്പെടുക എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പോംവഴി അദ്ദേഹം കണ്ടുപിടിച്ച് അദ്ദേഹം ആ ജലാശയത്തിലേക്ക് എടുത്തു ചാടുവാൻ തുടങ്ങി. അദ്ദേഹം ജലാശയത്തിലൂടെ നീന്തി മറുകരയിലെത്തുകയും രക്ഷപ്പെടുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഭയമുണ്ടായില്ലേ? എങ്ങനെയാണ് താങ്കൾ ഈ നദിയിലൂടെ മുറിച്ചു കടന്നത്? ഇത്രയും വലിയൊരു നദിയാണ്, അത് വലിയ ആഴമുള്ളതാണ്. താങ്കൾ എന്ത് ശക്തിയാണ് താങ്കളെ വീണ്ടും ഈ മരണത്തിന്റെ കയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് തന്നെ സഹായിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്നോടൊപ്പം എൻ്റെ യേശു ഉണ്ടായിരുന്നു എന്ന്. പ്രിയ കൊച്ചു കൂട്ടുകാരെ, 2024 സഭകളിൽ എല്ലായിടത്തും BBS ഒക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ BBS പങ്കെടുക്കുവാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ, മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറിയവർ, അവർക്കൊക്കെ BBS കിട്ടാതെ വല്ലാതെ വിഷമാവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് 2 ദിവസത്തെ ഓൺലൈൻ BBS ക്രമീകരിക്കുകയാണ്. കുറച്ച് പാട്ടുകൾ, വേദപുസ്തക പഠനങ്ങൾ, ടാസ്കുകൾ, വളരെ അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയിലൂടെ 2 ദിവസത്തെ ഓൺലൈൻ BBS നടത്തുകയാണ്. ഈ 2 ദിവസത്തെ ഓൺലൈൻ BBSയിലൂടെ നിങ്ങൾക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. മിഷണറി പറഞ്ഞതുപോലെ യേശുവാണ് നമ്മെ നടത്തുന്നത്, യേശുവാണ് നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ യേശുവിനെ മുറുകെ പിടിക്കാം. ഈ BBS നിങ്ങൾക്ക് ഏവർക്കും പ്രചോദനമാകട്ടെ എന്ന ആശംസയോടുകൂടി ഈ സമയം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയെ ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ ക്രമങ്ങളെ ഓർത്ത് സ്തോത്രം. പ്രത്യേകം ഈ ഓൺലൈൻ BBSയിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ BBSയിലൂടെ കുഞ്ഞുങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിക്കാനും എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. കർത്താവ്, ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ 2 ദിന BBSും ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ഈ സമയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. അങ്ങ് നിങ്ങളെ വഴി നടത്തിയാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങളെ, നമുക്ക് BBS ആരംഭിക്കാമല്ലേ? എല്ലാവർക്കും BBSൽ പോകാനും പാട്ടുകൾ പഠിക്കാനും കഥകൾ പഠിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ആദ്യം ഒരു ആക്ഷൻ സോങ് പഠിക്കണ്ടേ? ഈ വർഷത്തെ ട്രെൻഡിങ് സോങ്ങുകളാണ് CSI സോക്കർ ഡയസിലെ BBSലെ ട്രെൻഡിങ് സോങ്ങുകൾ ചിലതോടെ ഉൾപ്പെടുത്തുകയാണ്. പഠിച്ചവർക്ക് വീണ്ടും കൂടെ കളിക്കാം, അറിഞ്ഞില്ലാത്തവർ പഠിക്കണം കേട്ടോ. ഈ പാട്ട് കണ്ട് പഠിച്ചതിന് ശേഷം ഞങ്ങൾ നൽകുന്ന സമയം അനുസരിച്ച് നിങ്ങൾ എല്ലാവരും വാട്സപ്പിൽ ഇത് നിങ്ങൾ പഠിച്ച് കളിച്ച് ഡാൻസ് ചെയ്യുന്നത് വീഡിയോ എടുത്ത് ഇടണം. ഓക്കെ, ശരി, നമുക്ക് ആക്ഷൻ സോങ് കാണാമല്ലോ. ഓക്കെ, ഒന്നാമത്തെ ആക്ഷൻ സോങ് നമുക്ക് കണ്ടിട്ട് വേഗം വരാം. பாடு
ഹായ് കൂട്ടുകാരെ, വെൽക്കം വെൽക്കം. എങ്ങനെ ഉണ്ടായിരുന്നു ആക്ഷൻ സോങ്? സൂപ്പർ അല്ലേ? പഠിക്കണം കേട്ടോ. പഠിച്ചതിന് ശേഷം എല്ലാവരും 11:30 മണിക്ക് വാട്സപ്പിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത്, നിങ്ങൾ ആക്ഷൻ സോങ് കളിക്കുന്നത് വീഡിയോ പകർത്തി ഇട്ടേക്കണേ. എല്ലാവരും കാണും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു കുഞ്ഞു ടാസ്കിലേക്ക് പോകാം. ടാസ്ക് ഇതാണ്. ചോട്ടാ ക്യാൻവാസ് എന്ന ചിത്രരചനയാണ്. പേപ്പറും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ പറയുന്ന ഒരു ഇമേജ് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. മറ്റൊന്നുമല്ല, ഇപ്പൊ മഴയുടെ കാലഘട്ടമല്ലേ, മഴ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മഴയത്ത് കുട ചൂടി നിൽക്കുന്ന കുട്ടികൾ എന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. മഴയത്ത് കുട ചൂടി നിൽക്കുന്ന കുറച്ച് കുട്ടികൾ നിങ്ങൾക്ക് വരയ്ക്കാം. വരച്ചതിന് ശേഷം താഴെ നിങ്ങളുടെ പേരെഴുതണം. അതോടൊപ്പം ഐ ലവ് മൈ ജീസസ് എന്ന് എഴുതി നിങ്ങൾ വാട്സപ്പിൽ 12 മണിക്ക് പോസ്റ്റ് ചെയ്യണം. എത്ര മണിക്ക്? 12 മണിക്ക് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യണം. ചെയ്യാമല്ലോ? ഓക്കെ, ഇപ്പൊ ടാസ്കിലേക്ക് പോകാമോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ അല്ലേ? അതെ, നിങ്ങൾക്കൊക്കെ സുഖമാണ്, എല്ലാവരും സന്തോഷമാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ VBS ഒക്കെ 2 മാസം നമ്മൾ അടിച്ചു പൊളിച്ചവരുണ്ട്. എന്നാൽ VBSൽ പങ്കെടുക്കാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടല്ലേ, അവർക്കായിട്ട് കൂടിയാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ഓൺലൈൻ VBS. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ VBSൽ പങ്കെടുത്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാനായിട്ടുള്ള വിഷയം ജ്ഞാനം ദൈവത്തിന്റെ ദാനം എന്നതാണ് കേട്ടോ. ജ്ഞാനം ദൈവത്തിന്റെ ദാനം. അതെ, ദൈവം ദാനമായിട്ട് നൽകുന്ന ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. വേദഭാഗം ഇതാണ്. ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വേദഭാഗം. ഓക്കെ ആണല്ലോ? ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വേദഭാഗം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാക്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ കൂട്ടുകാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് സ്വാഗതം ചെയ്തേ. സുഖാണോ? നിങ്ങൾക്കെല്ലാം സുഖാണോ? സന്തോഷമായിരിക്കുന്നു കേട്ടോ നിങ്ങളെ ഞാൻ കണ്ടതില്. ഓക്കെ, നിങ്ങളെല്ലാം കണ്ടതില് നമ്മുടെ കൂട്ടുകാരന് സന്തോഷം. എന്റെ പേര് പറഞ്ഞു. എന്റെ പേര് എന്റെ പേര് അങ്ങോട്ട് പറഞ്ഞു. എന്റെ പേര് പേരാണ് ജോക്കു. ജോക്കു എന്ന് വിളിച്ചേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന്. ജോക്കു എന്ന് പറഞ്ഞ പേര് ഇഷ്ടപ്പെട്ടോന്ന്. നിങ്ങളെല്ലാം കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ്, സൂപ്പർ. അങ്ങനെയാണെന്ന് അറിയാമോ? നീ എന്തിനാ വന്നത് ജോക്കു? ഞാന് നിങ്ങളെല്ലാം വന്നതാ. വാക്യം പഠിപ്പിക്കാൻ വന്നതാ. ഏതാ വാക്യം? സദൃശവാക്യങ്ങൾ 8-ന്റെ 11. 8-ന്റെ സദൃശവാക്യങ്ങൾ 8-ന്റെ 11. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. ക്ലാപ്പ് കൊടുത്തേ ജോക്കുവിന്. യെസ്, ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ട് ജോക്കുവിന് വാട്സ്ആപ്പ് ചെയ്യണം കേട്ടോ. ടാറ്റാ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ ദൈവം ഈ ലോകത്ത് പലതും സൃഷ്ടിച്ചല്ലേ. ഇതാ ഇവിടെ നോക്കിക്കേ, മനോഹരമായ പച്ച നിറത്തിലുള്ള നല്ല ചെടികളുണ്ട്, പൂക്കളുണ്ട്, അതെ, നല്ല വൃക്ഷങ്ങളുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് സൃഷ്ടിച്ചു. നല്ലൊരു ആകാശം, ഭൂമി, സമുദ്രം, ജീവജാലങ്ങൾ, മത്സ്യങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചു കേട്ടോ. ഇതിനെല്ലാം ശേഷം ദൈവം ആരെ സൃഷ്ടിച്ചു? നമ്മളെ പോലെ സുന്ദരനായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെല്ലാ അധികാരവും കൊടുത്തു കേട്ടോ. അധികാരവും എല്ലാം കൊടുത്തു. എന്നിട്ട് അവനെ ആദാമെന്ന് പേര് വിളിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് ഒരു ചോദ്യം ആദ്യം തന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് നിങ്ങളുടെ ചോയ്സ്? വാട്ട് ഈസ് യുവർ ചോയ്സ്? ഓക്കെ, ഞാൻ പറഞ്ഞു നിർത്തി. ആദാമിനെ സൃഷ്ടിച്ചു. ഈ ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം എന്ത് ചെയ്തു? തനിക്ക് കൂട്ടായിട്ട് സുന്ദരിയായ ഒരു ഹവ്വയെ കൂടി സൃഷ്ടിച്ചു. നമുക്ക് എല്ലാവർക്കും സംഭവം അറിയാം. ആദാമിനെ സൃഷ്ടിച്ചു, ആദാമിന് തുണയായി ഹവ്വയെ സൃഷ്ടിച്ചു. 2 പേർക്കും കൂടി ദൈവം ആ ഏദേൻ തോട്ടം മുഴുവനും നൽകി. ഇവിടെ എല്ലാത്തിനെയും പരിപാലിക്കാൻ ദൈവം എന്ത് ചെയ്തു? അവർക്ക് അവകാശം കൊടുത്തു. അതിന്റെ എല്ലാം ഓണർഷിപ്പ് ആർക്ക് കൊടുത്തു? ഈ മനുഷ്യർക്ക് കൊടുത്തു. അതിനെല്ലാം പരിപാലിച്ച് അതിനെല്ലാം വളർത്തി അതിൽ നിന്നുള്ളതെല്ലാം അവർക്ക് ഭക്ഷിക്കാം, ഏത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഒരൊറ്റ നിയമം മാത്രം വെച്ചു. എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നാം.
ഇല്ല, തിന്നരുത്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, കഴിക്കരുത്. ഓക്കെ, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കേ, ഒന്ന് ഓർത്തു നോക്കിക്കേ. ദൈവം ഈ തോട്ടത്തില് ഇത്രയും നല്ല വൃക്ഷഫലങ്ങൾ, നല്ല ഫലങ്ങളെല്ലാം സൃഷ്ടിച്ചു കേട്ടോ. എന്നിട്ട് തോട്ടത്തിന്റെ നടുവിൽ കൊണ്ടുപോയി ഒരു വൃക്ഷം വെച്ചിട്ട് പറഞ്ഞു ഇതിനെ കഴിക്കരുതെന്ന്. നമ്മളൊക്കെ വിചാരിക്കാം ദൈവത്തിന് ഈ ഒരു വൃക്ഷം നടാതിരുന്നൂടെ, അല്ലെങ്കിൽ ആ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ പറ്റാത്തതായിരുന്നൂടെ. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു ഫലം നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിൽ കൊണ്ടുവച്ചിട്ട് ദൈവം പറയുകയാണ് ചെയ്യരുത് എന്ന്. ഇതുപോലെയാണ് കൂട്ടുകാരെ ഇന്ന് ആളുകളിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രലോഭനങ്ങൾ. നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് പ്രലോഭനങ്ങൾ കടന്നു വരുന്നു. പക്ഷെ ചോയ്സ് ആരുടേതാണ്? ഇത് വേണമോ, ഇത് തെറ്റാണ് എന്നെല്ലാം നമുക്ക് ഒരുപാട് വചനത്തിലൂടെ ദൈവം ഇങ്ങനെ അറിവ് പകരുകയാണ്. ഇത് ചെയ്യരുത് എന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രലോഭനങ്ങൾ ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയാസ് ആവാം, ചിലപ്പോൾ മൊബൈൽ ഫോണുകളാവാം, ചിലപ്പോൾ ചില കാര്യങ്ങൾ പപ്പയും അമ്മയും ചെയ്യരുത് എന്ന് പറയുന്നതാവാം, അത് അനുസരിക്കാതിരിക്കുന്നതാവാം. ഇതെല്ലാം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം നമ്മുടെ തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷത്തെ പോലെ ഒരു പ്രലോഭനത്തെ നമ്മുടെ കൺമുമ്പിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതിനോട് നോ പറയേണ്ടത് ആരാണ്? നമ്മളാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചോയ്സ് എപ്പോഴും നമ്മുടേതാണ്. നമ്മുടെ ലൈഫിലും കൂട്ടുകാരെ നിങ്ങൾ ചിന്തിക്കുക, ദൈവം ഏദൻ തോട്ടത്തിലെ ഒരു വൃക്ഷം നിർത്തിയിട്ട് അത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലമാണ്, അത് കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ പാമ്പ് കടന്നു വന്നു, ഹവ്വയെ പ്രലോഭിപ്പിച്ചു, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ആ പ്രലോഭനത്തിൽ വഴുതി വീണ് ആദാമും ഹവ്വയും കൂടി പാപം ഒരുമിച്ച് ചെയ്തു, തോട്ടത്തിൽ നിന്നും പുറത്തായി. അത്രയും സൗഭാഗ്യങ്ങളെല്ലാം എന്ത് ചെയ്തു? അവർക്ക് നഷ്ടമായി. കുഞ്ഞുങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവം ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. എല്ലാ തെറ്റുകളോടും പ്രലോഭനത്തോടും നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മളെല്ലാം എന്ത് ചെയ്യുക? നമ്മളെല്ലാവരും പഠിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തുക. പ്രാർത്ഥനയോടെ, വചനധ്യാനത്തിലൂടെ, നമ്മുടെ സഭയിലൂടെ ചേർന്ന്, ക്രിസ്തുവിലൂടെ ചേർന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരെയും നല്ലൊരു സ്കൂൾ തുറക്കുകയാണ്, നല്ലൊരു പഠനകാലം, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം എല്ലാം ആശംസിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ VBS. 8 ദിവസത്തെ ഓഫ്ലൈൻ VBS ശേഷം നമ്മൾ വീണ്ടും ഒരു ഓൺലൈൻ VBSലേക്ക് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് 2 ടാസ്ക് തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് ക്രാഫ്റ്റ് വർക്ക്. നിങ്ങൾ ചെയ്യുന്നതായ ക്രാഫ്റ്റ്, അതായത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ്, അതായത് ബോട്ടിൽ ആർട്ട് ആയിക്കോട്ടെ, പെൻസിൽ ഡ്രോയിങ് ആയിക്കോട്ടെ, പേപ്പർ ക്രാഫ്റ്റ്, അതായത് ഫ്ലവർ മേക്കിംഗ്, അങ്ങനത്തെ സംഭവങ്ങളായിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കലാസൃഷ്ടിയിൽ ചെയ്യാൻ പറ്റുന്നതായ ക്രാഫ്റ്റ് വർക്കുകൾ എനിക്ക് ചെയ്ത് അയക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു കുസൃതി ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കണ്ണുള്ളവർക്കും കണ്ണ് ഇല്ലാത്തവർക്കും ഒരുപോലെ കാണാവുന്നത് എന്ത്? ഒന്നുകൂടെ, കണ്ണുള്ളവർക്കും കണ്ണ് ഇല്ലാത്തവർക്കും ഒരുപോലെ കാണാവുന്നത് എന്ത്? ഇതിന്റെ ഉത്തരവും നിങ്ങൾ വാട്സപ്പിലേക്ക് അയക്കുക. അയക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്നതായ ക്രാഫ്റ്റ് വർക്കും എൻ്റെ കുസൃതി ചോദ്യത്തിന് ആൻസറും വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ അതിൻ്റെ മറുപടി വൈകുന്നേരത്തെ ഗൂഗിൾ മീറ്റിൽ പറയുന്നതായിരിക്കും. നാളെ ഒരു പുതിയ ടാസ്കുമായിട്ട് കാണുന്നതുവരെ ടാറ്റ, ബൈ ബൈ. ദൈവനാമ മഹത്വപ്പെടട്ടെ. ഓൺലൈൻ ബൈബിൾ വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നാളുകളിൽ സോഷ്യൽ മീഡിയാസിൽ വൈറലായിത്തീർന്ന ഒരു വനിതാ രത്നമായാണല്ലോ അന്ധയായ റോസമ്മ എന്ന വനിത. കോട്ടയം കളത്തിപ്പടിയിൽ അന്ധയായ റോസമ്മ ലോട്ടറി വിൽപ്പനക്കാരി ആയിരുന്നു. അവർ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്ന വനിതാരത്നം. ഒരു പ്രത്യേക ദിവസം അവരുടെ ലോട്ടറി ടിക്കറ്റിൽ ചില ടിക്കറ്റുകൾ കാണാതായപ്പോൾ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിനെ പ്രതികരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ
ഒരു ക്രിസ്ത്യാനിയാണ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുന്നു. സ്നേഹം, ക്ഷമ, സഹിഷ്ണുത എന്താണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ക്ഷമിക്കുവാനുള്ള വിശാല ഹൃദയം എന്നിലുണ്ട്. മാത്രവുമല്ല, അവർ വീണ്ടും പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഞാൻ ലോകത്തിന്റെ മുൻപിൽ ദരിദ്രയാണ്, എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ സമ്പന്നയാണ്. ഞാൻ ലോകത്തിന്റെ മുൻപിൽ ദരിദ്രയാണ്, എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ സമ്പന്നയാണ്. 16-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു: ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ശരീരവും നിർഭയമായി വസിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വെറും ഒരു ആട്ടിടയനായിരുന്ന സങ്കീർത്തനക്കാരനായ ദാവീദ് ഏറ്റവും ആദരിക്കപ്പെട്ട, എല്ലാവരാലും ബഹുമാന്യതനായ ഒരു രാജാവായിട്ട് ഉയർത്തപ്പെട്ടു. മാത്രവുമല്ല, ശൗൽ രാജാവിൻ്റെ ഭീഷണിയെ ഭയന്ന് ഗുഹകളിലും കാടുകളിലും മറ്റിടങ്ങളിലും ഒളിച്ചു പാർത്തിരുന്ന ദാവീദിനെ ദൈവം സംരക്ഷിച്ചു. ദൈവത്തിന് സർവമഹത്വവും അർപ്പിച്ചുകൊണ്ട് ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനം കൂടെയാണ് 16-ാം സങ്കീർത്തനം. 16-ാം സങ്കീർത്തനത്തിൽ തുടക്കം മുതൽ ദൈവത്തിന്റെ പലവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നേരിട്ട് ദൈവത്തെ അനുഭവിക്കുവാൻ കഴിഞ്ഞ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് വളരെ വ്യക്തമായും രേഖപ്പെടുത്തുന്നു. അവിടെ പറയുന്നു: ഞാൻ എൻ്റെ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും പതറിപ്പോകില്ല. ദൈവം എൻ്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് നീങ്ങും. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ശരീരവും ഭയമില്ലാതെ നിർഭയമായി വസിക്കുന്ന അനുഭവത്തിലേക്ക് എത്തുന്നു എന്നുള്ള അർത്ഥവത്തായ സാക്ഷ്യമാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്. ശരീരം, മനസ്സ്, ആത്മാവും ഒരു മനുഷ്യ സത്ത മുഴുവനും, മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഘടകങ്ങൾ എല്ലാം താൻ പൂർണ്ണമായി ദൈവത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും പതറേണ്ട ആവശ്യമില്ല എന്ന് അടിവരയിട്ട് ദാവീദ് പ്രസ്താവിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ചുറ്റുപാടിലായിരിക്കുമ്പോൾ, വിഷമഘട്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഏറി വരുമ്പോൾ, അവിടെയൊക്കെ പതറിപ്പോകാത്ത മനസ്സോടുകൂടെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുവാൻ കഴിയണം. ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകുന്നതിലൂടെ ഒരിക്കലും നമ്മിൽ ഭയമുണ്ടാകില്ല, പരാജയ ഭീതി ഉണ്ടാകില്ല, ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നില്ല. എല്ലായ്പ്പോഴും നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവും ദൈവത്തിൽ ലയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള ധൈര്യം, കൃപ സ്വർഗത്തിലെ നാഥൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇന്നിന്റെ ചുറ്റുപാടെന്ന് പറയുന്നത് പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ ചുറ്റുപാടിനെ ഓർത്ത് പതറരുത്. ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ചെറിയ കൈത്തിരി എന്നും കത്തിച്ചു പിടിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുമ്പോൾ, പ്രാർത്ഥനയിലൂടെ, വേദപുസ്തക വായനയിലൂടെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ, എല്ലാം സഹിപ്പാനും ക്ഷമിക്കാനും വഹിപ്പാനും സധൈര്യം നേരിടുവാനുമുള്ള കരുത്ത് സ്വർഗത്തിലെ നാഥൻ നമുക്ക് നൽകും. അതിനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ ഉള്ളം കരങ്ങളിലായിരിക്കുന്നത് പോലെ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, അപ്പന്റെ ഉള്ളം കരങ്ങളിലായിരുന്നു കൊണ്ട് സധൈര്യം മുന്നോട്ട് നീങ്ങാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. ഈ VBS ബൈബിൾ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ്, 5 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: പ്രഥമ സ്ഥാനം നിങ്ങൾ ആർക്കാണ് നൽകുന്നത്? രണ്ടാമത്തെ ചോദ്യം: ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകിയതിലൂടെ അല്ലെങ്കിൽ നൽകുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? മൂന്നാമത്തെ ചോദ്യം: നഷ്ടങ്ങൾ, പരാജയങ്ങൾ, ഒറ്റപ്പെടലിന്റെ അനുഭവം, ഏകാന്തത ഇവ എപ്പോഴെങ്കിലും ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകിയതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നാലാമത്തെ ചോദ്യം: ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്? അഞ്ചാമത്തെ ചോദ്യം:
ഞാൻ ദൈവത്തിന്റെ മുൻപിൽ ആരാണ്? എന്തുകൊണ്ട്? നല്ല ഗാനമായിരുന്നു അല്ലേ? നല്ല രസമുള്ള പാട്ടല്ലേ? നിങ്ങളിതെല്ലാവരും പഠിച്ചിട്ടുള്ളവരുണ്ടാകും. പഠിക്കാത്ത മക്കൾ ഇത് പാട്ട് കേട്ടും പഠിക്കുക. പഠിച്ചതിന് ശേഷം നമ്മുടെ വാട്സാപ്പിൽ 3 മണിക്ക് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് നിങ്ങൾ ഡാൻസ് കളിച്ചിടണം കേട്ടോ. എല്ലാവരും കാണട്ടെ നിങ്ങളുടെ താലന്തുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാട്ടുകളൊക്കെ ഇവിടെ കഴിയുകയാണ്. നമ്മുടെ ഇന്നത്തെ VBS പ്രധാനമായിട്ടും ഇവിടെ കഴിയുകയാണ്. എന്നാൽ ഇന്ന് വൈകുന്നേരം ഈ VBS ഇപ്പോൾ വാട്സപ്പിലൂടെ നമ്മളെല്ലാവരും പരസ്പരം കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഇടുകയും ചെയ്യും. അതിനുശേഷം ഗൂഗിൾ മീറ്റ് വൈകുന്നേരം 7 മണിക്കുണ്ട് അല്ലേ? 7 മണിക്കുള്ള ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ടാസ്ക് തരികയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് 7 മണിക്ക് ഒരു ഫാൻസി ഡ്രസ് പ്രോഗ്രാമോട് കൂടിയാണ് ഇന്നത്തെ VBS ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും 7 മണിക്ക് ഫാൻസി ഡ്രസ്സിന് വേണ്ടി തയ്യാറായിരിക്കുക. ഫാൻസി ഡ്രസ് എന്ന് പറയുന്നത് ചെടികൾ കൊണ്ടും പേപ്പർ കൊണ്ടും നമ്മെ അലങ്കരിക്കുന്ന ഒരു രീതിയാണ്. എല്ലാ കൂട്ടുകാരും പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ചെടികൾ കൊണ്ടും അതോടൊപ്പം തന്നെ പേപ്പറുകളൊക്കെ കൊണ്ട് ഫാൻസി ഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ടും ട്രൈബൽ പീപ്പിളിനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് തുടങ്ങുമ്പോഴേ അതായിരിക്കും തുടങ്ങുന്നത്. അതനുസരിച്ച് എല്ലാവരും അത് കാണുക, പരസ്പരം കണ്ട് അത് വിഷ്വലൈസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ മീറ്റ് വഴി പ്രാർത്ഥന ഉണ്ടാകും, വേദപുസ്തകത്തിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ഉണ്ടാകും. ഒടുവിലായിട്ട് എല്ലാവരും VBSന്റെ ഒപ്പീനിയനൊക്കെ പറയും. ഒടുവിലായി ഡയറക്ടേഴ്സ് പ്രാർത്ഥിച്ച് ഇന്നത്തെ VBS അവസാനിപ്പിക്കും. ഇതാണ് ഇന്നത്തെ VBS. എല്ലാവരും പ്രാർത്ഥനയോട് പങ്കെടുക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും രാവിലെ 10 മണിക്ക് VBS ആരംഭിക്കും. എല്ലാ കൂട്ടുകാരെയും VBSിലേക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ VBS ഇത്രത്തോളം അനുഗ്രഹമായിരുന്നുവല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകൾ നൽകാൻ സാധിച്ചു. കുഞ്ഞുങ്ങളിത് പഠിച്ച് വാട്സപ്പിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും പ്രതികരിക്കുവാനും അത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസമായി തീരുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സുകൾ നൽകിയ ഡയറക്ടേഴ്സിനും അനുഗ്രഹിക്കണമേ. നാളെ നടക്കുന്ന VBSിനെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നതിനായി നന്ദി. യേശുവിൻ അധികാര നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഓക്കെ, ഇന്നത്തെ VBS കഴിഞ്ഞു. ടാറ്റാ. ഇനി നമുക്ക് വാട്സപ്പിൽ കാണാം. വാട്സപ്പ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി എല്ലാവരും പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ റിപ്ലൈ തരിക. ഓക്കെ.